2018-19 കാലത്തുണ്ടായ പ്രളയത്തിൽ നദീതീരങ്ങളിൽ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ നദികളിൽ വലിയ തോതിൽ മണലും എക്കലും അടിഞ്ഞുകൂടിയിരുന്നു. അങ്ങനെ അടിഞ്ഞുകൂടിയ മണൽ, എക്കൽ എന്നിവ നീക്കം ചെയ്യാൻ കരാർ നൽകിയിരുന്നോ? കരാർ നൽകും മുമ്പ് ഓരോ സ്പോട്ടിലെയും അളവ് തിട്ടപ്പെടുത്തിയിരുന്നോ? എങ്കിൽ കരാർ പ്രകാരം നീക്കം ചെയ്ത മണലിൻ്റെ സീനിയറേജ് ഇനത്തിൽ എത്ര തുക ലഭിച്ചിട്ടുണ്ട്? യെസ് മിനിസ്റ്റർ. നമുക്ക് അങ്ങനെ വന്നൊരു സാഹചര്യം വളരെ കറക്റ്റാണ്. അതാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. 2018-19 കുറേ നമുക്ക് വ്യക്തമായി ഫീൽ ചെയ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ പുഴകളും നദികളും കൈവരികളും എല്ലാം എടുത്ത് അവിടുത്തെ എക്കലും ചെളിയുമെല്ലാം മാറ്റപ്പെടുത്തുന്നത് ആ വാട്ടർ ബോഡി പഴയ രീതിയിലാക്കുന്നതിനും ഇരു സൈഡും സംരക്ഷിക്കുന്നതിനും ഒക്കെ കാര്യമായ മാറ്റങ്ങൾക്ക് ഒരു നേട്ടമാകും എന്ന കണക്കാക്കി നമ്മളൊരു തീരുമാനമെടുത്തു. ഏകദേശം 3 കോടി ഘനമീറ്റർ എക്കലും ചെളിയും മാറ്റേണ്ടി വരുമെന്നാണ് നമ്മളന്ന് എടുത്ത തീരുമാനം. ഇതിൻ്റെ ഭാഗമായി 1 കോടി ഘനമീറ്റർ എക്കലും ചെളിയും മാറ്റി. പക്ഷേ വന്നൊരു വിഷയം, ഇതെല്ലാം കളക്ട് ചെയ്ത് പുറത്തിട്ടു. ഇതൊന്നും എടുത്തുകൊണ്ട് പോകാൻ ആളില്ല. നമുക്ക് ലേലം ചെയ്യാനായിട്ട് എടുക്കുമ്പം സ്വീകരിക്കാൻ ആളില്ല. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ രൂപപ്പെട്ടു. ഇനിയും ഈ എക്സസൈസ് തുടരുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് കുറേ ഗുണകരമായിരുന്നു എന്നുള്ളത് പിന്നീട് വന്ന കാലവർഷവും ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് ഇപ്പം നമ്മൾ തിരുവനന്തപുരം തമ്പാനൂർ പോലും ആ മേഴഞ്ചേനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറേ പരിഹരിച്ചപ്പോൾ കുറേ ആശ്വാസകരമായ മാറ്റമുണ്ടായി. അപ്പോൾ അത് എല്ലാവരും കൂടി ഒരുമിച്ച് നമുക്ക് യോജിപ്പോടുകൂടി നടത്താൻ കഴിഞ്ഞാൽ വർഷം തോറും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ കുറേ മാറ്റങ്ങൾ രൂപപ്പെടുത്താൻ കഴിയും. അതിന് തക്കതായ നിലയിലുള്ള ആലോചനകൾ നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്.